ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രൈമോർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ബ്രൈമോർ എസ്റ്റേറ്റിൻ്റെ എൻട്രൻസ് ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഒരു പഴയ തേയില ഫാക്ടറിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ഓഫ് റോഡാണ് കൂടുതലും ഏരിയ. ഇതിൻ്റെ ഉള്ളിലൊരു വലിയ ബംഗ്ലാവ് ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. 1880 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് ഈ എസ്റ്റേറ്റ്. ധാരാളം സുഗന്ധദ്രവ്യങ്ങളും തേയില, റബ്ബർ, കാപ്പി തുടങ്ങിയവയെല്ലാം ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം കണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യാം. ഏകദേശം ഒരു 900 ഏക്കറോളം പരന്നു കിടക്കുന്നതാണ് ഈ എസ്റ്റേറ്റ്. ബംഗ്ലാവിലോട്ട് പോകുന്ന വഴിയിൽ കണ്ട ഒരു വെള്ളച്ചാട്ടമാണിത്. നല്ല തണുത്ത വെള്ളം. അങ്ങനെ നമ്മൾ ബ്രൈമോർ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്. താഴേട്ട് അഗാധമായ ഗർത്തമാണ്. ഇതാണ് ബ്രൈമോർ എസ്റ്റേറ്റ് ബംഗ്ലാവ്. വളരെ പഴക്കമുണ്ട്. ഇതിൻ്റെ ചുറ്റോടുമുള്ള കാഴ്ചകളും നമുക്ക് നടന്നു നോക്കാം. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ എസ്റ്റേറ്റ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. വൺ ഡേ ട്രിപ്പിനൊക്കെ പോകേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം. ഈ ഫോറസ്റ്റ് ഏരിയയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ്. നമ്മൾ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി താഴെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിക്കാണ് ഒരുപാട് ആൾക്കാരിരുന്ന് ഇവിടെ പച്ച ഗ്രാമ്പ് പറിച്ചത് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള എസ്റ്റേറ്റിലെ ജോലിക്കാരാണ്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എല്ലാം പറിച്ച് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്നു. ഗ്രാമ്പു, കുരുമുളക് തുടങ്ങിയവയെല്ലാം ഉണങ്ങാൻ പറിച്ചിട്ടിരിക്കുകയാണ്.
ഇത് ബ്രൈമൂർ എസ്റ്റേറ്റിലെ ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വേനൽക്കാലം ആയതിനാൽ അധികം വെള്ളമൊന്നുമില്ല, ചെറിയൊരു വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. വേനൽക്കാലമായതിനാൽ ഇവിടെ അരുവികളിലും വെള്ളം തീരെയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.